ഈ വീഡിയോ ചിലപ്പം കുറച്ച് കോൺട്രവേഴ്സസിനൊക്കെ വഴിയൊരുക്കാം. കാരണം ഐ എം ഗോയിങ് ടു ഡു എ ഡീറ്റെയിൽഡ് റിവ്യൂ ഓഫ് എ ടീസർ. കം ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ഹലോ മൈ ഡിയർ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു ACP വ്ളോഗ്സ്. രാമായണ എന്ന ഫിലിമിൻ്റെ ഒരു ഗ്ലിംസ്, ആസ് ഇൻ രൺബീർ കപൂറിന് റാം എന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഗ്ലിംസ് നമുക്ക് ഈ അടുത്ത് ഇറങ്ങിയായിരുന്നു. ഒരു 10 days ആയി. അത് ഇറങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ ഐ വാണ്ടഡ് ടു ആക്ച്വലി ഡു എ റിയൽ ടൈം റിയാക്ഷൻ, ബട്ട് ഐ വാസ് കൈൻഡ് ഓഫ് സ്കെപ്റ്റിക്കൽ, മെയിൻലി ബിക്കോസ് ഓഫ് ദി കറണ്ട് സിനാരിയോസ് ഇൻ അവർ കൺട്രി. സോ ഐ തോട്ട് മേ ബി അത് വിട്ടേക്കാം, പ്രോപ്പർ ഒരു ട്രെയിലർ ഇറങ്ങട്ടെ. ബട്ട് ദെൻ അഗൈൻ ഐ സോ ദാറ്റ് മൾട്ടിപ്പിൾ ടൈംസ് and I was kind of disappointed. So I thought maybe I'll do a proper review of that teaser. Come, let's find out. So Namit Malhotrade പ്രൊഡക്ഷനിൽ നിതീഷ് തിവാരിയാണ് ഈ ഫിലിം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റാറിങ് ആയിട്ട് ഓൾറെഡി നമുക്കെല്ലാവർക്കും അറിയാം, രൺബീർ കപൂർ ഈസ് പ്ലേയിങ് റാം ആൻഡ് സായ് പല്ലവി ഈസ് പ്ലേയിങ് സീത ആൻഡ് യഷ് ഈസ് പ്ലേയിങ് റാവണ. സോ ഇതിനകത്ത് നിതീഷ് തിവാരി എന്ന് പറയുന്നത് ദങ്കൽ, ചിച്ചോരെ പോലുള്ള സൂപ്പർ ഹിറ്റ് മൂവീസിൻ്റെ ഡയറക്ടറാണ്. സോ അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഈ ഫിലിമിന് ഇതിൻ്റെ ഫസ്റ്റ് ഗ്ലിംസൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ടീസർ തുടക്കം മുതൽ കുറച്ച് പോർഷൻസ് ഒന്ന് കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നത്. സോ നിങ്ങൾക്കതിനെതിരെ അഭിപ്രായം ഉണ്ടായേക്കാം. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. ദിസ് ഈസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. Prime Focus Studios. Okay, the first shot. So ഈ ഫിലിമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലേക്ക് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് VFX സ്റ്റുഡിയോസ് ആയിട്ടുള്ള ഡീനഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് മൂവീസിന് വേണ്ടിയിട്ട്, ഹാരി പോട്ടറിനൊക്കെ വേണ്ടിയിട്ട് VFXും CGI വർക്ക്സും ഒക്കെ ചെയ്തിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് VFX സ്റ്റുഡിയോസ് ഇൻ ദി വേൾഡാണ്. അപ്പം ഡീനഗ് പോലൊരു കമ്പനി ഇതിനകത്ത് ഇൻവോൾവ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എക്സ്പെക്റ്റേഷൻ കൂടും. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദി ടീസർ, ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് ഈ ടീസറിൽ അല്ലെങ്കിൽ ഒരു ഗ്ലിംസിലെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് ആ ഒരു രാമായണയിലെ ആ വാറാണ്. ഇപ്പം നമ്മൾ കാണുന്നത് ആക്ച്വലി ആ ഗരുഡന് പരിക്കുപറ്റി ആ യുദ്ധഭൂമിയിൽ വീഴുന്നൊരു ഷോട്ടാണ്. ആൻഡ് ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഈ പെർട്ടിക്കുലർ ഷോട്ട് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് വി ഹാവ് ബെറ്റർ ഗ്രാഫിക്സ് ഓൺ മെനി ഓഫ് അവർ ന്യൂവസ്റ്റ് ഗെയിംസ്. ആക്ച്വലി നമ്മൾ പലരും കളിക്കുന്നത്, ഇപ്പം നമ്മൾ യൂട്യൂബിലായാലും നമ്മുടെ നാട്ടിൽ തന്നെ ഈഗിൾ ഗെയിമിംഗ് കളിക്കുന്ന പല ഗെയിംസും ഉണ്ട്. അതിലൊക്കെ പോലും ഇതിനെക്കാട്ടിയും ബെറ്റർ ഗ്രാഫിക്സ് ഉണ്ടെന്ന് ഫീൽ ചെയ്തു പോയി, പറയാതിരിക്കാൻ വയ്യ. ബിക്കോസ് ലുക്ക് അറ്റ് ദിസ്, ഈ ഒരു ഡീമനെയൊക്കെ കാണിക്കുമ്പോൾ ഒരുപാടങ്ങ് ഹോളിവുഡ് സ്റ്റൈലിലോട്ടുള്ള ഡീമൻസിലോട്ട് പോയി. ദിസ് ഈസ് ആക്ച്വലി എ സ്റ്റോറി ദാറ്റ് ഇസ് ഗ്രൗണ്ടഡ് ഇൻ ഇന്ത്യ. അപ്പം അത് ഒരുപാടങ്ങ് ഹോളിവുഡൈസ്ഡ് എന്ന് പറയുന്ന രീതിയിലായിപ്പോയെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് ദെൻ അഗെയിൻ സർട്ടൺ ഫാക്ടേഴ്സ് ഓഫ് ദിസ് CGI ഈസ് ആക്ച്വലി റിയലി വണ്ടർഫുൾ ഓൾസോ, അത് പറയാതിരിക്കാൻ വയ്യ. ആ ഒരു ഷോട്ടിങ്, എന്താ പറയുക, ചില ഷോട്ട്സൊക്കെ വളരെ നല്ല രീതിയിലാണ് എടുത്തിരിക്കുന്നത്. എസ്പെഷ്യലി ദിസ് വൺ, റാം സ്റ്റാൻഡിങ് ഓൺ ദ മൗണ്ടൻ ആൻഡ് ദി ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് സൺസെറ്റ് ആൻഡ് എവറിത്തിങ്. ദാറ്റ്സ് എ റിയലി നൈസ് ഷോട്ട്. ആൻഡ് ദിസ് പെർട്ടിക്കുലർ സീൻ, എ പ്രിൻസ്, ഒരു ദൈവികത ഉള്ളൊരു പ്രിൻസ് ജനങ്ങൾക്ക് നടുവിലൂടെ നടന്നു പോണൊരു ഷോട്ടാണിത്. ഇതിനകത്ത് അപ്പം ഈ ഒരു ഷോട്ട് നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ദർ ഇസ് നോ ഇമോഷൻ, ലൈക്ക് ഒരു ആക്ച്വൽ ഫീല് നമുക്ക് ആ ഒരു ചുറ്റും നിൽക്കുന്ന ആളുകളിൽ കാണുന്നില്ല. ഇപ്പം ഒരു കമ്പാരിസൺ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു 15 മുമ്പ് ഇറങ്ങിയ ബാഹുബലി എന്ന് പറഞ്ഞ സീൻ എടുത്ത് നോക്കിയാലും അതിനകത്ത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന് നിൽക്കുന്നവർക്ക് പോലും ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഹൗ ദേ പോർട്രേ ദെയർ ഇമോഷൻസ് ടുവേർഡ്സ് ദെയർ കിങ്. ആ ഒരു ഫീല് നമുക്ക് ഈ ഒരു ഷോട്ടിൽ കിട്ടുന്നില്ല. അതാണ് എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്. ദേ കുഡ് ഹാവ് മെയ്ഡ് ഇറ്റ് ബെറ്റർ. വെൻ ഇറ്റ് കംസ് ടു സച്ച് എ ഗ്രാൻഡ് സ്കെയിൽ ഓഫ് എ ഫിലിം, അറ്റൻഷൻ ടു ഡീറ്റെയിൽ മാറ്റേഴ്സ്. അതെനിക്ക് ഇതിനകത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്.
ആൻഡ് അഗെയിൻ ഈ ഒരു മോൺസ്റ്റർ കൈൻഡ് ഓഫ് തിങ് ഫൈറ്റ് ചെയ്യുന്നത്, എനിക്കിത് കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് ഹാരി പോട്ടർ ഫസ്റ്റ് പാർട്ടിൽ ഒരു ട്രോൾ വരുന്നൊരു സീനുണ്ട്. അതുപോലൊരു മോൺസ്റ്ററിനെ പോലാണ് ഫീൽ. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ കഥകളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ള രാക്ഷസന്മാരെയും മറ്റ് എന്താ പറയുക മറ്റ് ഭീകര ജീവികളെയൊക്കെ പറ്റി വായിക്കുന്നതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു ഇതെന്ന് പറയുന്നത്. ആൻഡ് ദിസ് പെർട്ടിക്കുലർ സീൻ അഗെയിൻ യു സി, നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വി ഹാവ് എ ലോട്ട് ഓഫ് ലൊക്കേഷൻസ് വിത്തിൻ അവർ കൺട്രി ഇറ്റ് സെൽഫ് ദാറ്റ് ക്യാൻ ബി യൂസ് ഫോർ സച്ച് ഷോട്ട്സ്. എഗെയിൻ നമ്മൾ പാരലായിട്ട് ബാഹുബലിയുടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ബാഹുബലി എന്ന ഫിലിമിൻ്റെ ഫസ്റ്റ് പാർട്ടായാലും സെക്കൻഡ് പാർട്ടായാലും ആ വാട്ടർഫോൾ സീൻസൊക്കെ അത്രയ്ക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത് കാരണം മോസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് ആക്ച്വലി ഒറിജിനൽ ലൊക്കേഷൻ. അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒറിജിനലായിട്ടുള്ള ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്തിട്ട് അത് VFX CGI യൂസ് ചെയ്ത് എൻഹാൻസ് ചെയ്യുക പറയുന്നത്. ദേ ഡിഡ് നോട്ട് ജസ്റ്റ് ക്രിയേറ്റ് ആൻ എൻറ്റയർ വിഷ്വൽ ഔട്ട് ഓഫ് VFX. ഈ സീൻ കാണുമ്പോഴേ അറിയാം ഒരു ഗ്രീൻ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് മാത്രമാണ്, ആ രൺബീർ മാത്രമാണ് ഇവിടെ ഒറിജിനലായിട്ടുള്ളത്. they could have used a lot of original locations for this movie. ഈ പാലസ് ഷോട്ട്സ് ഒക്കെ ഈ ടെമ്പിൾ ഷോട്ട്സ് ഒക്കെ അതൊക്കെ എനിക്ക് വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. ആൻഡ് അഗൈൻ ഈ ഒരു കാര്യം പറയുമ്പോൾ ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, ബട്ട് ഐ റിയലി ഫെൽറ്റ് കാസ്റ്റിംഗ് കുഡ് ഹാവ് ബീൻ ബെറ്റർ, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു റാം. സോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ വെൻ യു ലുക്ക് അറ്റ് രൺബീർ കപൂർ ആസ് എൻ ആക്ടർ, ഹീസ് എ ഫിനോമിനൽ ആക്ടർ. He can bring about a lot of emotions to the screen, but when you look at Ranbir, there is a hint of a mischievousness, like ഒരു കുട്ടിത്തം, ഒരു എന്താ പറയുക, ഒരു കള്ളത്തരം ആളുടെ ഫേസിലുണ്ട്. അതൊരു കുട്ടിത്തമായിട്ടുള്ളത്. സോ ഇഫ് യു ആസ്ക് മീ, ഹീ ക്യാൻ പ്ലേ, ഇപ്പം കൃഷ്ണൻ്റെ ക്യാരക്ടർ പോർട്രേ ചെയ്യാനാണെങ്കിൽ ഹീ ഈസ് ദി ബെസ്റ്റ്, ബിക്കോസ് ഹീ ക്യാൻ ഡൂ ദാറ്റ് വിത്തൗട്ട് much effort. But when you want to portray Ram, നമ്മൾ ഇപ്പം കുഞ്ഞുനാളിൽ നമ്മൾ മലയാളത്തിലായാലും മറ്റ് ഭാഷയിലുള്ള ലിറ്ററേച്ചേഴ്സ് ആയാലും നമ്മൾ വായിച്ചിട്ടുള്ള കഥകളിൽ നിന്നായാൽ പോലും വി സി റാം വെരി ഡിഫറെൻ്റ്ലി. ഫോർ എക്സാമ്പിൾ വാൽമീകി രാമായണത്തിൽ, എൻ്റെ അറിവ് എത്രത്തോളം കറക്റ്റാണെന്ന് അറിയില്ല, ബട്ട് വാൽമീകി രാമായണത്തിൽ രാമ എന്ന് പറയുന്നത് ഡാർക്ക് സ്കിൻഡ് വിത്ത് എ ഗോൾഡൻ ഗ്ലോ, ആ രീതിയിലാണ് രാമനെ പറ്റി പറഞ്ഞിട്ടുള്ളത്, വിച്ച് ഇസ് very much in contrast with how Ranbir is. They could have at least done the visuals or makeup little different if they were looking for a wonderful actor to play the role. But then again, if you ask me, Ranbir is more suited to play Krishna than Rama. That is my opinion. Let's continue watching. But to be honest, whatever he has done it with utmost, what to say, അത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. He has done it really well, where he what to say, portrays that role, that he has done really well. And good, based on what little we see in this glimpse, ആ ഒരു സിനിമാറ്റോഗ്രാഫി, ഓരോ ഷോട്ട്സിൻ്റെ പ്ലേസിംഗ് ഒക്കെ ഭംഗിയായിട്ടുണ്ട്. We are only seeing a glimpse of this, but there is a lot to see in this. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ചെറിയ ചെറിയ ഷോർട്സ് പോലെ എടുത്ത് വെച്ച് പറയുന്നത്. There is a lot of expectation in me as well. This is one of the biggest movies from Indian cinema and there is a lot of expectation. അതുകൊണ്ടാണ് ഇത്രയും ഞാൻ ഓരോ കാര്യങ്ങളും നോക്കിയെടുത്ത് പറയുന്നത്. Let's watch. Again,
ദിസ് പെർട്ടിക്കുലർ ഷോട്ട് ഇതിപ്പം പലരും അഭിപ്രായങ്ങൾ പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് വോണ്ട് ടു ജമ്പ് ഇൻ ടു കൺക്ലൂഷൻസ് ഓൾ ഓഫ് എ സഡൻ. ഈ ഷോട്ട്സൊക്കെ ചിലപ്പം ഈ ടീസറിൽ വന്നപ്പോഴായിരിക്കാം ഈ ഒരു ഒറിജിനാലിറ്റി ലാക്ക് ചെയ്യുന്നത്. ബട്ട് I am hoping it would be much better when you watch it in the theaters. Again, the biggest എന്താ പറയുക red flag I see in this teaser is the quality of the graphics. But again, I am skeptical about it. കാരണം ഈ ഫിലിം ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒരുപാട് പേർക്ക് കൊടുക്കുന്നൊരു ഫിലിമാണ്. അപ്പം ഒരു കണിക പോലും ഇതിനകത്തൊരു കുറവ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബാക്ക്ലാഷ് ഫേസ് ചെയ്യേണ്ടി വരും. ഇനി ഡെലിബറേറ്റ് ആയിട്ട് ഇത് മനഃപൂർവ്വം അവർ ചെറുതാക്കിയതാണോ എന്നും അറിയാൻ വയ്യ. കാരണം ആ ഒരു എക്സ്പെക്റ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അവർ ഷോട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. സിനിമാറ്റോഗ്രാഫി ഐ ഹാവ് ഹ്യൂജ് എക്സ്പെക്റ്റേഷൻ. ഐ എം ഓൺലി വറീഡ് അബൌട്ട് ദി VFX പാർട്ട്. സിനിമാറ്റോഗ്രാഫിയിൽ എനിക്ക് നല്ല എക്സ്പെക്റ്റേഷൻ വരാൻ കാരണം ഈ ടീസറിൽ നമുക്ക് കാണാനുണ്ടത്. ആൻഡ് ദെൻ ദർ ഇസ് ദി ബിഗ്ഗസ്റ്റ് ഹൈപ്പ് ഓഫ് ദിസ് മൂവി, രാവണ. സോ എനിക്ക് രാമായണത്തിൻ്റെ കാസ്റ്റിംഗ് കേട്ടപ്പം എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് യശ് ആസ് രാവണ. ഒരുപാട് എന്താ പറയുക, ഒരുപാട് ആരാധകരും അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ കൂടിയാണ് രാവണ. ദോ ഹീ ഈസ് ദി വിലൻ ഓഫ് ദി സ്റ്റോറി. സോ അത് പോർട്രേ ചെയ്യുമ്പം മാത്രമല്ല, ദിസ് ഇസ് എ ക്യാരക്ടർ ദാറ്റ് സ്റ്റാൻഡ്സ് ഓപ്പോസിറ്റ് ടു എ ഗോഡ് ക്യാരക്ടർ. സോ അങ്ങനെ വരുമ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ആൾ തന്നെ അത് പ്ലേ ചെയ്യണം. ആൻഡ് ഐ സ്ട്രോങ്ലി ബിലീവ് ഹീ ഈസ് വൺ ഓഫ് ദി ടോപ്പ് റണ്ണേഴ്സ് ഇഫ് യു ആസ്ക് മീ ടു പ്ലേ ദിസ് റോൾ. ആൻഡ് ദി കാസ്റ്റിംഗ് ഫോർ ദാറ്റ് ഇസ് 200% ദി ബെസ്റ്റ്. ഈ റോളിൽ യശ് പോലെ തന്നെ ഒരുപാട് പേര് ഇന്ത്യൻ സിനിമയിലുണ്ട്. ബട്ട് ഈ കാസ്റ്റിങ്ങിൽ എനിക്ക് ഒരു പരാതിയുമില്ല. ദാറ്റ് വാസ് ആൻ അബ്സല്യൂട്ട് വണ്ടർഫുൾ കാസ്റ്റിംഗ് ഐഡിയ, ഹൂവർ ഡിഡ് ദാറ്റ്. ആൻഡ് എല്ലാവരും ഒരുപാട് ഹൈപ്പ് ചെയ്തിരിക്കുന്ന ഒരു റിവീലായിരിക്കും യശ് ആസ് രാവണ. ആൻഡ് ഐ എം ഹോപ്പിംഗ് ദാറ്റ് ദേ വുഡൻ മേക്ക് എ ലിറ്ററൽ 10 heads അങ്ങനെ കൊണ്ടുവരാതെ. ബിക്കോസ് രാവണൻ്റെ 10 തല എന്ന് എൻ്റെ വായിച്ചുള്ള അറിവാണ്. 10 തലയുള്ള രാവണൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ബുദ്ധിയും ആ കരുത്തുമാണ്, നോട്ട് ലിറ്ററലി 10 heads എന്നാണ് എൻ്റെ അറിവ്. സോ ആൻഡ് ഞാൻ കണ്ടിട്ടുള്ള വേർഷൻസിൽ ഫൈനൽ ഫൈറ്റ് വരുമ്പോഴാണ് ആ ഒരു പോർട്രേയിൽ വരുന്നത് പോലും 10 തലയായിട്ട് ഭീകര രൂപത്തിൽ വരുന്നത്. ഇതെൻ്റെ ഓർമ്മയും ഞാൻ വായിച്ച അറിവുകളുമാണ്, തെറ്റ് പറ്റിയേക്കാം. സോ അറ്റ്ലീസ്റ്റ് അൻറ്റിൽ ദി ഫൈനൽ ഫൈറ്റ് വരുന്ന വരെയെങ്കിലും രാവണൻ്റെ ആ ഒരു ഇത് യഷിൻ്റെ ഒറിജിനൽ രൂപത്തിൽ നിർത്തിയിട്ട് ആ ഫൈനൽ ഫൈറ്റിൽ മാത്രം ആ ഒരു 10 തലയുടെ ഇത് വരണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദെൻ അഗൈൻ ലൈക്ക് ഐ സെഡ്, ഈ ഫിലിം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ റിലീജിയസ് സ്റ്റോറി. ഇത് ഇന്ത്യ മൊത്തം ഒരുപാട് ആളുകൾ കുഞ്ഞിലേ തൊട്ടേ കേട്ട് അറിവുള്ള ഒരു സ്റ്റോറിയും കൂടിയാണ്. ഒരുപാട് പേർക്ക് ഇത് പേഴ്സണലും ആയിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്തുള്ള ഹൈപ്പ് ആൻഡ് എക്സ്പെക്റ്റേഷൻ ഈസ് ഹ്യൂജ്. അപ്പം വെൻ യു മേക്ക് സച്ച് എ ഗ്രാൻഡ് ഫിലിം ലൈക്ക് ദാറ്റ്, ദർ ഷുഡ് ബി അറ്റ്മോസ്റ്റ് കെയർ ഇൻ ഇറ്റ്സ് മേക്കിംഗ്. എന്നാലേ അത് എൻജോയബിൾ ആവുള്ളൂ, എല്ലാവർക്കും അത് ഒരു കുറ്റമില്ലാതെ പറഞ്ഞ് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ഒരു കെയർ കൊടുക്കാത്തത് കൊണ്ടാണ് വി സോ ദി ഫെയിലിയർ ഓഫ് ആദിപുരുഷ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു കൽക്കി ഓൾസോ there were a lot of backlash for that movie as well. So I hope they give that care to this movie and make it wonderful. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലും മെച്ചപ്പെടുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. And this is the final shot in the teaser, the Pushpaga Vimanam. And this shot is my favorite in this entire teaser. ആ പുഷ്പവിമാനത്തിൻ്റെ ആ ഒരു ഷോട്ട് എന്ന് പറയുന്നത് ആ ഒരു അതിൻ്റെ ഒരു വർക്കിംഗ് ആയാലും രാവണൻ്റെ എൻട്രി ആയാലും ദാറ്റ് ഇസ് ദേ ഹാവ് ഡൺ ഇറ്റ് മാഗ്നിഫിസൻ്റ്ലി.
ഒരു കുറ്റം ആ ഒരു പോർഷനിൽ എനിക്ക് പറയാനില്ല. ബട്ട് VFX ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് ക്വസ്റ്റ്യൻ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞു. ഐ ഹാവ് മിക്സഡ് വാട്ട് ടു സേ, എനിക്കിതിൻ്റെ പറ്റി മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായമാണുള്ളത്. But I am still eagerly waiting for a absolute teaser and also for the movie to release this year. ഡിസംബറിൽ റിലീസാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. And I also hope they don't cut a lot of things from the story, because Ramayana is not just എന്താ പറയുക, വനവാസവും കഴിഞ്ഞ് സീതയെ തടുക്കൊണ്ട് പോയി അവിടെ പോയി യുദ്ധം ചെയ്ത് സീതയെ തിരിച്ചു കൊണ്ടുവരുന്നു, അത്രയല്ല രാമായണം. If you have watched the anime version of Ramayana, there is a lot of story involved in that. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ എലമെൻസും ആ ഒരു 3 മണിക്കൂർ സ്റ്റോറിയിൽ സിനിമയിൽ കൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ആൻഡ് ദിസ് ഇസ് കമ്മിങ് ഇൻ ആസ് 2 parts. സോ ഐ ഹോപ്പ് ദേ ഇൻക്ലൂഡ് എവറി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഓഫ് ദി സ്റ്റോറി ഇൻ ടു ഇറ്റ്. വളരെ പ്രതീക്ഷയുള്ളൊരു മൂവിയാണ്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് and let's wait for the actual trailer. And also there should be a character reveal for Sita and Ravana. Let's wait for that. I hope you enjoyed this video. ഒരുപാട് എതിരഭിപ്രായങ്ങൾ കാണും, ചിലർക്ക് നീ ആരത് പറയാനെന്ന് തോന്നുന്നുണ്ടായിരിക്കാം. സോ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻസിൽ അറിയിക്കുക. See you in another video. Bye.